സിനിമയ്ക്കപ്പുറം ഷർണയെ കണ്ടു തുടങ്ങിയത് മിനി സ്ക്രീനിലാണ് അല്ലേ? അതെ, ഏട്ടൻ മിനി സ്ക്രീനിൽ അല്ലി മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടല്ല, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? കുടുംബ വിളക്ക് എന്ന ഒരു സീരിയലിൽ ഒരു ക്രൂരമായ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് വന്നത്. അതെ അതെ അതെ. അതെങ്ങനെയാണ് അത്തരം വേഷങ്ങൾ ചെയ്തപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകരുടെ എണ്ണം കൂടുവാണ് ചെയ്ത് ഫാമിലിയൊക്കെ? ഈ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വൈഡ് റേഞ്ച് സ്പ്രെഡ് ആവുന്ന ഒരു ഇതാണ്, മീഡിയയാണ്. അപ്പം അതിൽ വീട്ടമ്മമാർ കാരണം ഇരിക്കേണ്ടി വരുന്ന ഹസ്ബൻഡ്സ്, അതുപോലെ ഈ ഒരു ഈവനിങ് എൻവയറമെൻറ്റ് എല്ലാവരും കൂട്ടത്തോടെ ഫാമിലിയിൽ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ടെലിവിഷനിലുള്ള സീരിയൽ എന്ന് പറയുന്നത്. നമ്മൾ നാട്ടും പുറത്തുനിന്ന്, ഞാൻ മെട്രോ സിറ്റീസ് അല്ലാണ്ട് ഗ്രാമത്തിലേക്ക് പോകുമ്പം അവരുടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തിയേറ്ററിനെക്കാട്ടും കൂടുതൽ എന്തായാലും ടെലിവിഷനിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടിട്ടേ ചേട്ടനറിയാലോ, എനിക്ക് മൂവീസിലായിരുന്നു കൂടുതൽ ഫോക്കസും. എനിക്ക് അതിലെന്തെങ്കിലുമൊക്കെ നല്ല ഒരു ഇപ്പം കിട്ടിയ ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ഇപ്പം ഈ വേദിക എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കിട്ടുന്ന സ്നേഹം ഞാൻ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഓരോരോ പടങ്ങളും ഞാൻ കാല് വെച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു പ്രതീക്ഷ എനിക്ക്, ആ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ലൗഡ് വെൽക്കം എനിക്ക് കിട്ടിയത് വേദിക എന്ന് പറഞ്ഞ ഈ കുടുംബ വിളക്കെന്ന് പറഞ്ഞ സീരിയലിൽ നിന്നാണ്. അതെന്തായാലും ടെലിവിഷനിൽ തന്നെയാണ് ഏറ്റവും വൈഡ് റേഞ്ച് സ്നേഹം കിട്ടുന്നത്. വില്ലത്തി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്രൗഡാണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തിൽ വില്ലത്തിയാണോ? അത് മനീഷേട്ടനോടും ചോദിക്കണോ? ജീവിതത്തിൽ വില്ലത്തി ആണോന്ന് ചോദിച്ചാൽ വില്ലത്തി അല്ല, പക്ഷെ വില്ലത്തി ആവേണ്ട അടുത്ത് ചിലപ്പോൾ വില്ലത്തി ആയിരിക്കും. ഹസ്ബൻഡ് വാനിലെ വീട്ടിലിരുത്തുന്ന ഒരു ക്യാരക്ടർ അല്ലേ? ജീവിതത്തിൽ വിവാഹമൊക്കെ ചെയ്തു. എങ്ങനെയാണ് മനീഷ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ്? മനീഷേട്ടൻ ഈസ് വെരി ഹംബിൾ ആൻഡ് പറയാനാണെങ്കിൽ കുറേ വാക്കുകളുണ്ട് ഗൈസ്. പക്ഷേ ഭയങ്കര നല്ലൊരു നല്ലൊരു മനസ്സാണ് എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കാൻ അങ്ങനെയില്ല, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്, ഒരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് കൊടുക്കുക. അത് ഫാമിലിയിൽ നിന്ന് മാത്രമല്ല പുറത്തായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മനീഷേട്ടൻ്റെ. ആൻഡ് എല്ലാം ഒരു സട്ടിലായിട്ടുള്ള ഒരു സോഫ്റ്റ് മൂഡ്, എല്ലാം ഇങ്ങനെ കാമായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ചില്ലാണ് ആള്. എൻ്റെ കൂട്ടി ഇങ്ങനെ ടെൻഷൻ എടുത്ത് തലേ വെച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല, നേരെ റിവേഴ്സാണ്. സോ യാ, ഹീസ് എ ഗുഡ് ജെന്റിൽമാൻ. ദേവിക എന്നൊരു കഥാപാത്രം അല്ലേ? ആ കഥാപാത്രത്തിലേക്ക് എത്താൻ ഒത്തിരി സമയമെടുത്തു. നമ്മൾ സിനിമയായിരുന്നു സ്വപ്നം, സിനിമയിലേക്കുള്ള യാത്രയായിരുന്നു. എന്നാൽ വേണ്ടത്ര ക്യാരക്ടർ കിട്ടിയില്ല, വേണ്ടത്ര അറിയപ്പെടുന്ന നിലയിലേക്ക്. അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചില്ല. അപ്പം നമ്മളെയൊക്കെ വേണ്ട എന്ന് വെച്ചത് എന്തിനാണെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ പല സ്ഥലത്തും എനിക്ക് എൻ്റെ ലൈഫിലേക്ക് അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോഴും. എന്തുകൊണ്ട് നല്ല ഒരു ക്യാരക്ടർ ആരും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്തരം പടങ്ങൾ ചെയ്തെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ ഈ വേദികയ്ക്ക് കിട്ടിയ ഒരു ലവ്, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ നമ്മൾ സീൻ വായിക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതെങ്ങനെ മോഡിഫൈ ചെയ്യണം, ഇങ്ങനെ അങ്ങനെ ഭയങ്കര തോട്ട്സ് വരും. ലവ് ചെയ്യാൻ തോന്നും ആ ക്യാരക്ടറിന്. അങ്ങനെ ഒരു സ്നേഹിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല സിനിമയിൽ നിന്ന്. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അത് വിചാരിച്ചിട്ടായിരുന്നല്ലോ ഇതെല്ലാം ഗുജറാത്തിൻ്റെ എല്ലാ കംഫോർട്ട് സോൺ എല്ലാം വിട്ടിട്ട് കേരളത്തിൽ വന്നത്. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ നിന്ന്. പക്ഷെ എന്തായാലും ടെലിവിഷനിൽ നിന്ന് അതെനിക്ക് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ വാട്ട് എവർ ഈസ് ദ റീസൺ, നമ്മൾ ആർക്കും ഒരു പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല. പ്രതീക്ഷ കൊടുത്തിട്ട് അത് നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നേരെ പാതിയാവുന്നത് അത് കുറച്ച് അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. നമുക്ക് എല്ലാം വിട്ട് വന്നിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ദാറ്റ് ഈസ് വെരി ഡിപ്രസിങ് മൂഡ് ഫോർ മീ. അപ്പോൾ അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെങ്കിലും വാട്ട് എവർ ഈസ് ദ റീസൺ, ബട്ട് അങ്ങനെ ചെയ്യരുത്.
അല്ല അങ്ങനെ പല സ്ഥലങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഇതാണ് വേഷം എന്ന് പറഞ്ഞ് അതെ. സെലക്ട് ചെയ്യുന്നു ഷർണിയനെ, അവസാന നിമിഷത്തിൽ ഷർണിയെ വേണ്ടെന്ന് പറയുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ പക്ഷെ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എന്നോട് പറഞ്ഞ ഡെപ്ത് ആയിരുന്നില്ല ഞാൻ ലൊക്കേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ. അതാണ് എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത. പല സമയത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നീട് ചിന്തിച്ചിട്ടില്ലേ ഇവരെന്തിനാണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം പലവട്ടവും ഇനി എന്നിൽ എന്തെങ്കിലും കുറവാണോ, അതോ എന്നെ കാണാൻ കൊള്ളത്തില്ലേ, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലേ, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഇങ്ങനെ ആരെങ്കിലും സപ്പോർട്ടിന് ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പലവട്ടം എനിക്ക് അത് ഭയങ്കര ഫീൽ. ഞാൻ എത്രയോ നാള് ഉറങ്ങാത്ത രാത്രികളുണ്ട്, എത്രയോ നാള് ഞാൻ വിങ്ങി പൊട്ടി കരഞ്ഞ രാത്രികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കണ്ടിട്ട് നമ്മൾ വന്നിട്ട് ആ ഒരു സ്വപ്നത്തിൻ്റെ ഫ്ലോയിൽ റിജക്ഷൻസ് കൂടുതൽ വരുമ്പോൾ ദാറ്റ് ഈസ് വെരി പെയിൻഫുൾ. അതുമാത്രമല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഫുൾ ഫാമിലി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്ത ആ സമയത്ത് എനിക്ക് വീട്ടിലത്തെ റെൻ്റ് അടയ്ക്കണം, എനിക്ക് വീട്ടിലത്തെ നിത്യമുള്ള ഒരു ബേസിക് ഫുഡ് കാര്യങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്യണം, എന്നെ വിശ്വസിച്ച് എൻ്റെ ഫാമിലി അവിടെ ഉണ്ട്. ഞാൻ ആ സമയത്ത് നോർമലി ഒരു കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് പോവോ, അല്ലെങ്കിൽ കൂട്ടുകാർ വെച്ചിട്ട് കോഫി കുടിക്കുകയോ, അല്ലെങ്കിൽ തമാശ പറയുകയോ, അല്ലെങ്കിൽ ഫോണിൽ ചാറ്റ് ചെയ്യുകയോ, അങ്ങനെ എനിക്ക് സുഹൃത്തുക്കളേ ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മൈൻഡ് ഫുള്ള് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ സിനിമ ബന്ധമുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് സിനിമ പഠിക്കാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. അപ്പം ഇങ്ങനെ സിനിമ സ്നേഹിക്കുന്ന കുട്ടികൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവർക്ക് പിന്നെ ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ചിലപ്പം ഒരു നിമിഷം മതി സ്പോയിലാവാൻ. സോ എനിക്ക് ഒരു മടുപ്പ് സംഭവിച്ചു അല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഒരു പോയിന്റ് വരെ എനിക്ക് മതിയായി എന്നുള്ള ഒരു ഇതായി. എനിക്ക് സിനിമ വേണ്ട. കാരണം റിജക്ഷൻ, നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റിൽ പോയി നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമില്ല. അത് ഓക്കെ, മേ ബി ഞാൻ ആ ക്യാരക്ടറിന് ആപ്റ്റ് അല്ല എന്നുള്ള തോന്നലേ വരുള്ളൂ. പക്ഷേ നമ്മളൊരു പ്രോജക്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആ ക്യാരക്ടർ എന്താന്ന് ചോദിക്കുമ്പോൾ ആ ക്യാരക്ടറിനെ ഇലാബറേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ നമ്മൾ അതിന് സ്വപ്നം കാണുക ചെയ്യുന്നത്. അതെല്ലാ ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ്. ഒരു ഡേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ചോദിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിനോട് സബ്ജക്റ്റ് പറയുമ്പോൾ ആ ആർട്ടിസ്റ്റ് അതിനെ ഒന്ന് മനസ്സിൽ വേറെ ഒരു സാങ്കല്പികം, അല്ലെങ്കിൽ അതിനെ ഒന്ന് പിക്ചറൈസേഷൻ ചെയ്ത് അതിനെ ഒന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള സ്വപ്നം കാണും. അത് ഏത് ആർട്ടിസ്റ്റാണെങ്കിലും കാണും. അങ്ങനെ കാണുന്ന ഒരാളായിരുന്നു ഞാനും. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.